യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഹേമചന്ദ്രൻ ഭാര്യയെ റിലീസ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോകാനുള്ള പാച്ചിലായിരിക്കും അല്ലേ? എന്നിട്ട് എന്തിനാ സ്വസ്ഥമായിട്ട് കുടുംബജീവിതം നയിച്ചു കൊണ്ടുപോകാൻ താൻ വിചാരിക്കുന്നുണ്ടോ? നിക്ക്, അങ്ങനെ പോയാലോ? നമ്മൾ തമ്മില് ഒരു പഴയ കണക്കില്ലേ? ഹേമേന്ദ്ര, 10-25 കൊല്ലം മുമ്പ് നടന്നൊരു കാര്യം. അതിന്റെ പേരിൽ ഇനി എന്നെ ശിക്ഷിക്കണോ? നിനക്ക് മതിയായില്ലേ? എന്റെ മനസ്സിലിപ്പോഴും ആ ഓട്ടോഗ്രാഫിലെ തന്റെ പൈങ്കിളി വാചകരുന്ന് തികട്ടുന്നത് എന്താ? എന്തായിരുന്നത്? നിനക്ക് ഞാൻ തന്നത് എന്താണ്? ഉറക്കമില്ലാത്ത രാത്രികൾ മാത്രം. കണ്ട സ്വപ്നങ്ങൾ മറന്നേക്കൂ. ജീവിതം ചിലപ്പോ ഇങ്ങനെയുമാണ് അല്ലേ? താനേ അന്ന് എഴുതി കൊടുത്തതിൽ ഒരു വാചകം ശരിയാണ്. ജീവിതം ചിലപ്പോ ഇങ്ങനെയുമാണ്. ഹേമേന്ദ്ര, ഞാൻ ചെയ്തതിനുള്ള ശിക്ഷ എപ്പോഴും നിങ്ങൾ തീർത്തു കഴിഞ്ഞു. എന്റെ അനുജനെ വരെ സ്വാധീനിച്ച് 22 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കുടുംബം തന്നെ തകർത്തു കളഞ്ഞില്ലേ? ഞങ്ങളെ പിരിച്ചില്ലേ? അതെ, അന്നേ ഞാൻ എല്ലാം അവസാനിപ്പിച്ചതായിരുന്നല്ലോ. പക്ഷെ കാലങ്ങൾക്ക് ശേഷം താൻ വീണ്ടും തന്റെ ഭാര്യയും മകളുമായി കുടുംബമായി ഒന്നിച്ചു ജീവിക്കാൻ പോവല്ലേ? ആ സന്തോഷം കണ്ടെന്തുവാ ഞാൻ സമാധാനമായിട്ട് ജീവിക്കണം. നിങ്ങൾ ആനന്ദം കണ്ട് വിധിയാണെന്ന് കരുതി സമാധാനിക്കണം. ഹേമേന്ദ്ര, ഞാനൊന്ന് പറയട്ടെ. താൻ ഇനി ഒന്നും പറയണ്ട. തനിക്ക് പറയാനുള്ളതെല്ലാം കൊല്ലങ്ങൾക്ക് മുമ്പേ തീർന്നു. തന്റെ ചതിയോർത്ത് മരണം വരെ കണ്ണീർ വാർത്ത എന്റെ അച്ഛൻ മരിച്ചത്. താനിപ്പോ ചേർത്ത് പിടിക്കുന്ന തന്റെ മകളുണ്ടല്ലോ, അതേ പ്രായത്തിൽ മറ്റൊരു കുട്ടി എന്റെ മനസ്സിൽ ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു കാലത്തും എനിക്ക് സമാധാനം തരാത്ത മട്ടിൽ അവൾ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഈ ഭൂമിയിൽ വന്ന് പിറന്നപ്പോ തന്നെ എനിക്കെതിരെ കാലപുരിക്ക് അയക്കേണ്ടി വന്നു. ഒരു പെൺകുട്ടി അവിഹിതമായി ഗർഭം ധരിച്ചാൽ കുടുംബ മഹിമയുള്ള ആരും അത് അംഗീകരിക്കില്ല. ഞാൻ തന്റെ കാല് പിടിച്ചില്ല എന്ന് എന്റെ പെങ്ങളെ സ്വീകരിക്കാൻ. താനെന്ന് എന്താ പറഞ്ഞത്? താൻ നിസ്സഹായനാണെന്ന്. വൈകിപ്പോയി. ആ ദിവസം ഞാൻ അനുഭവിച്ച ഹൃദയവേദന തനിക്കറിയോ? ഇല്ലടോ, തനിക്കറിയില്ല. അങ്ങനെ സംഭവിച്ചു പോയി. നിങ്ങൾ എന്നെ കാണാൻ വന്നപ്പോ ഞാൻ അരുണിമയെ കല്യാണം കഴിച്ചു പോയിരുന്നു. എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. വേണ്ട, തന്റെ ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. താൻ എവിടെയൊക്കെ പോവോ അവിടെയൊക്കെ ഞാനുണ്ടാവും. തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കും. തന്റെ കുടുംബവും മനസമാധാനത്തോടെ ജീവിക്കില്ല. അതെന്റെ ഉറപ്പാ. ഞാൻ എന്ത് പ്രായച്ചിത്തം വേണേലും ചെയ്യാം. താൻ എന്നെ കുത്തിയത് പോലും ഞാൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുറ്റബോധം എനിക്കുണ്ട്. തനിക്ക് കുറ്റബോധം മാത്രമല്ലേ ഉള്ളൂ? എന്റെ അവസ്ഥ അതിനേക്കാൾ ഭീകരമാ. കഴിഞ്ഞ 21 വർഷമായി ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് എപ്പ കണ്ണടച്ചാലും ഒരു കുഞ്ഞിന്റെ കരച്ചില്. ഞാൻ ഇല്ലാതാക്കിയ നിന്റെ കുഞ്ഞിന്റെ കരച്ചിൽ. തനിക്ക് മാപ്പില്ല, 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 മാപ്പില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ സന്തോഷിക്കാൻ ഞാൻ വിടില്ലടോ. തന്നെ കൊല്ലാൻ ഇനി ഞാൻ ശ്രമിക്കില്ല. താൻ ജീവിക്കണം.
തനിക്ക് ചുറ്റുമുള്ളവരുടെ നാശം താൻ തന്റെ കണ്ണുകൊണ്ട് കാണണം. തനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ തന്റെ കൺമുമ്പിലില്ലാതാകും. തന്റെ ചോര എന്റെ കയ്യിൽ ഇനി പുരളില്ല. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും മരിച്ച് ജീവിക്കും താൻ. എന്തായാലും താൻ ഭാര്യ ജയിലിൽ നിറക്കാൻ പോവല്ലേ? ഗുഡ് ലക്ക്. വെയിറ്റ് ഫോർ ദി നെക്സ്റ്റ് ട്രാജഡി. All the best. കേസ് നമ്പർ OS 121/2023. അരുണിമ. അരുണിമ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. യെസ് യുവർ ഓണർ, കോടതി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു മിസ്സിസ് അരുണിമ നന്ദഗോപൻ. ചികിത്സ കഴിഞ്ഞതിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. യെസ് യുവർ ഓണർ, ചികിത്സയ്ക്ക് മുമ്പുള്ള ക്രോസിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ മിസ്സിസ് അരുണിമയുടെ കാലങ്ങളായി തുടരുന്ന മാനസികാവസ്ഥയുടെ പ്രതിഫലനമായി കണ്ട് ഒഴിവാക്കുകയും ഇന്ന് നടത്തുന്ന ക്രോസിലെ വിവരങ്ങൾ കേസിന് ആധാരമായി കണക്കാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. യെസ് പ്രൊസീഡ്. സാക്ഷിയുടെ മരണം നടന്ന ദിവസം ആ വീട്ടിൽ എന്താണ് കണ്ടത്? പറഞ്ഞോളൂ. കണ്ടത് എന്താണെന്ന് ധൈര്യമായിട്ട് പറഞ്ഞോളൂ.